സമ്പൂർണ്ണ വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചു. അയോഗ്യരോട് കാണിക്കുന്ന ദൈവത്തിന്റെ ഔദാര്യമാണ് കൃപ. സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടത്, സമർപ്പണത്തോടെ ദൈവപദ്ധതിയിൽ വിശ്വസിച്ചത്, ദൈവത്തിന് മഹത്വം നൽകി പാട്ടുപാടിയ മറിയ, യേശുവിൻ്റെ അമ്മ. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. ബേത്ലഹേം മുതൽ ഗോൽഗോഥ വരെ ദൈവിക പദ്ധതിയിൽ പരിപൂർണമായും വിശ്വസിച്ച അമ്മ കന്യക മറിയം. ഞാൻ യേശുവിൻ്റെ അമ്മ കന്യക മറിയം. അടുത്തതായി നിങ്ങളെ മുന്നിലേക്ക് വാക്കിൻ്റെ അർത്ഥം കൃപ എന്നാണ്. പലസ്തീനിന്റെ വടക്കേ ഭാഗത്ത് താമസിച്ചിരുന്ന അശേർ ഗോത്രത്തിൽപ്പെട്ട ഹനുവേലിന്റെ മകളായിരുന്നു ഹന്ന. വിധവയും ഒരു പ്രവാചകനുമായിരുന്നു. 7 വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷം ഭർത്താവ് മരണപ്പെട്ടു. 84 വർഷം വിധവയായി ജീവിച്ചു. ഹന്ന ദൈവത്തിൽ ആശ്രയിച്ച് ദേവാലയം വിട്ട് പിരിയാതെ ഇരുന്നു. ഹന്ന ദൈവത്തിൽ ശരണപ്പെട്ടു. ഹന്നയുടെ പ്രാർത്ഥന, പ്രത്യാശയോടെയുള്ള ജീവിതം, നിത്യവും ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവർ, കർത്താവിൻ്റെ വരവിനായി തന്നെത്താൻ കാത്തിരുന്നവർ, പ്രാർത്ഥനയിലും ഉപവാസത്തിലും അതീവ ശ്രദ്ധ നൽകിയവർ, തനിക്ക് ലഭിച്ച സമയം തക്കത്തിൽ ഉപയോഗിച്ചവർ. യോവേൽ 2:28 പറയുന്നത് പോലെ നിങ്ങളുടെ പുത്രിമാർ പ്രവചിക്കും എന്ന് പ്രവാചകൻ പറഞ്ഞത് പൂർത്തിയായി. ദൈവിക കൃപ സ്വന്തം ജീവിതത്തിലൂടെ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകിയ ഹന്ന എന്ന പ്രവാചകൻ. പൂർവികമായത് എന്നാണ്. തൻ്റെ ഭർത്താവിൻ്റെ പേര് അക്വിലാസ്, കഴുകൻ എന്നാണ് പേരിൻ്റെ അർത്ഥം. വിശുദ്ധ പൗലോസ് അഥേന വിട്ട് കൊരിന്തിൽ വന്ന് ഇവരുടെ കൂടെയാണ് താമസിച്ച് ആദ്യം സുവിശേഷ വേല ചെയ്തത്. ഇവർ പൗലോസിൻ്റെ കൂട്ടുവേലക്കാർ ആയിരുന്നു. ഇവർ മാതൃകാ ദമ്പതികളായിരുന്നു. വിശ്വാസികൾക്ക് ഉത്തമ മാതൃകയാണിവർ. കൂടാരപ്പണിയാണ് ഞങ്ങളുടെ തൊഴിൽ. സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് അവർ ഉപജീവനം നടത്തിയിരുന്നു. ഞങ്ങളുടെ വീട് ആദ്യ കാലഘട്ടങ്ങളിൽ ആരാധനാലയമായി മാറി. സഹോദര പ്രീതിയും അതിഥി സൽക്കാരവും ദൈവമക്കളുടെ കൈമുതലായിരിക്കണമെന്ന് കാണിച്ചു തന്നു. ക്രിസ്തു ശിഷ്യരുടെ ശുശ്രൂഷയിലും മറ്റും വിട്ടുപിരിയാതെ കൂടെ നിന്ന് പ്രവർത്തിച്ചു. എൻ്റെ പേരാണ് പ്രിസ്കില്ല. വിചാരപ്പെടുന്നവർ മാർത്ത, എപ്പോഴും ജോലി തിരക്കിൽ കുഴയുന്നവർ, പിറുപിറുക്കുന്നവർ, ലാസറിന്റെ സഹോദരിമാരിൽ ഒരുവൾ, അതിഥി സൽക്കാരം, കഠിന പ്രയത്നം, നല്ല അടിയുറച്ച വിശ്വാസിയുമാണ് മാർത്ത. ബദനി എന്ന ഗ്രാമത്തിൽ ജീവിച്ചത്, തൻ്റെ സഹോദരനെ മരണത്തിൽ നിന്നും യേശുക്രിസ്തു ഉയർപ്പിച്ചതിന് സാക്ഷിയായി. എന്നാൽ വളരെയേറെ മാനസിക പിരിമുറുക്കം അനുഭവിച്ചു. താൻ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും കണക്ക് പറയുന്നു. എന്നാൽ ദൈവവിശ്വാസത്തിലും വചന പഠനത്തിലും നമുക്ക് മാതൃകയാണിവർ. തൻ്റെ സഹോദരി മറിയ വിശ്വാസത്തിൽ നിന്ന് അല്പം വ്യതിചലിച്ചു എന്ന് കണ്ട് മറിയെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നവർ, ദൈവത്തിലും ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിലും അടിയുറച്ച് വിശ്വസിക്കുന്നു. സാധാരണ ജനങ്ങളുടെ മാതൃകയാണ് മാർത്ത എന്ന വനിത. എൻ്റെ പേര് മാർത്ത. നീ പോകുന്നിടത്ത് ഞാനും പോകും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിയുകയില്ല. അമ്മായിയമ്മയുടെ കൂടെ ശുശ്രൂഷിച്ച് ബോവാസിന്റെ കരുണയിൽ സഹായത്തിൽ ജീവിച്ചു. പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകാതെ ജീവിതം മുന്നോട്ട് പോയേ മതിയാകൂ എന്ന് ചിന്തിച്ച ഒരു വനിതയാണ് രൂത്ത്. തൻ്റെ വേദനയിലും ഒറ്റപ്പെടലിലും തൻ്റെ അമ്മായിയമ്മയുടെ കൂടെ നിൽക്കുവാൻ രൂത്ത് തീരുമാനിക്കുന്നു. വളരെ ആഴത്തിലുള്ള ഒരു സ്നേഹബന്ധം ഇവിടെ കാണാം. വയലിൽ ജോലി ചെയ്യാൻ, അമ്മായിയമ്മയെ പരിചരിക്കുവാൻ
ഒന്നും രൂത്ത് മറന്നില്ല. മരുമകൾ അമ്മായിയമ്മ തമ്മിലുള്ള ബന്ധത്തിന് ഉത്തമ ഉദാഹരണം രൂത്ത് എന്ന ഞാൻ. പ്രതീകമായ ദെബോറ. ദെബോറ ദൈവപ്രവാചകയും രാജവാഴ്ചയുടെ സ്ഥാപനത്തിന് മുൻപ് പുരാതന ഇസ്രായേലിനെ നയിച്ചിരുന്ന ന്യായാധിപന്മാരുടെ പരമ്പരയിൽ 4ാമത്തെ ആളായിരുന്നു ദെബോറ. രാഷ്ട്രീയ സൈനിക മേഖലകളിൽ ജനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു ദെബോറ. ദെബോറ എന്ന വാക്കിന്റെ അർത്ഥം തേനീച്ച. ഒരു നേതാവായി, പ്രവാചകയായി, ന്യായാധിപതിയായി എന്നീ സ്ഥലങ്ങളിലെല്ലാം വിവിധ രീതിയിൽ പ്രവർത്തിക്കുവാൻ ദൈവം ദെബോറ ധൈര്യശാലിയും കാര്യങ്ങൾ ചെയ്യുവാൻ പ്രാപ്തിയുമുള്ളവരുമായിരുന്നു. പുരുഷ മേധാവിത്വത്തെ തകർത്ത് അന്നത്തെ സമൂഹത്തിൽ സ്ത്രീക്ക് വളരെ പ്രാധാന്യം നൽകുകയും ഞങ്ങൾ ധൈര്യത്തിനും യുദ്ധങ്ങൾ ചെയ്യാൻ തയ്യാറാണ് എന്ന തലത്തിലേക്ക് സ്ത്രീകളെ എത്തിച്ച വനിതയാണ് ദെബോറ. ഇന്ന് ഒരു സ്ത്രീക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ സൂചിപ്പിക്കുന്നു. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു പുരാതന മാതൃകയാണ് ദെബോറ എന്ന ഞാൻ. യഹൂദ രാജ്യത്ത് ജീവിച്ചിരുന്നവർ നിലച്ചിരിക്കാത്ത നേരത്ത് രാജ്ഞിയായി ആത്മവിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം, മറ്റുള്ളവരെ സഹായിക്കുക എന്നെല്ലാം എസ്തേർ നമ്മെ പഠിപ്പിക്കും. രക്ഷിക്കാൻ തന്റെ ബുദ്ധി, ശക്തി എന്നിവ വിനിയോഗിച്ചു. തിരുവചനം പറയുന്നത് ധൈര്യശാലി, ദേശസ്നേഹം, വിശ്വാസം എന്നിവയുടെ മാതൃകയായിട്ടാണ്. ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. അവന്റെ കയ്യിൽ നാം ഏൽപ്പിച്ചു കൊടുക്കുക. നേതൃത്വ പാഠവും ജ്ഞാനം തന്റെ ജീവൻ പോലും പണയം വെച്ച് തന്റെ ജനത്തെ ഞാൻ എന്ന എസ്തർ രാജ്ഞി. സത്യവേദ പുസ്തകത്തിലെ കരുത്തനായ സ്ത്രീ രത്നങ്ങളാണ് ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. യേശുവിന്റെ മാതാവായ കന്യകമറിയം, ഹന്ന എന്ന പ്രവാചകി, സഹോദര പ്രീതിയും അതിഥി സൽക്കാരവും ദൈവമക്കളുടെ കൈമുതലായിരിക്കണമെന്ന് കാണിച്ചു തന്ന പ്രിസ്കില്ല, സാധാരണ ജനങ്ങൾക്ക് മാതൃകയായ മാർത്ത, പ്രതിസന്ധി വരുമ്പോൾ തളർന്നു മുന്നോട്ട് പോകണമെന്ന് കാണിച്ചു തന്ന രൂത്ത്, സ്ത്രീ ശാക്തീകരണത്തിന്റെ മാതൃകയായ ദെബോറ, ദേശസ്നേഹം, ധൈര്യശാലി എന്ന നിലയിൽ മാതൃകയായ എസ്തർ രാജ്ഞി. ഇവരുടെ പ്രവർത്തനങ്ങൾ വിവിധ മേഖലകളിൽ ബൈബിൾ നമ്മൾക്ക് കാണിച്ചു തരുന്നു. ഇവരെല്ലാം ചേർന്ന് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുന്നു.